ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരായ ജനകീയയാത്ര സംഘടിപ്പിച്ചു. ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരായ ജനകീയയാത്ര സംഘടിപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ചെങ്ങളായി ടൗണിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ബോധവൽക്കരണം നടത്തിക്കൊണ്ടാണ് പരിപാടി നടന്നത്. കുത്തിവെപ്പ് മരുന്നുകൾ, ലഹരി ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരി വിമുക്ത ഗ്രാമം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് BP വിപിന അഭ്യർത്ഥിച്ചു. വൈസ് പ്രസിഡന്റ് KK രവി മാസ്റ്റർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC അമ്മുക്കുട്ടി തുടങ്ങി പഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരികൾ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും നമ്മുടെ ആശുപത്രിയിലെ ജീവനക്കാരും അതോടൊപ്പം ചെങ്ങളായി ടൗണിലെ വ്യാപാരികൾ ഉൾപ്പെടെ കൂട്ടായി നിന്നുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ എന്ന് നമ്മൾ പറയുന്ന ചെങ്ങളായി ടൗണിൽ നിന്ന് ഒരു ലഹരി വസ്തു വീണ് കിട്ടുന്ന നിലയിൽ വ്യാപാരികൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം തന്നെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു എങ്കിലും വളരെ ഫലപ്രദമായിട്ട് ഇതിൻ്റെ എല്ലാം ഉപയോഗം തടയുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു ക്യാമ്പയിൻ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചെങ്ങളായി ടൗണിലെ ഓരോ കടകളും ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് ഭരണസമിതി അംഗങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ സമയമായിരിക്കാം ചിലപ്പോൾ ടൗണിൽ ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടുത്തെ വ്യാപാരികളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും മറ്റുള്ള ആളുകളെയും സംബന്ധിച്ച് വളരെ കൂടുതൽ സമയം ടൗണുമായി ഇടപെടുന്ന, ടൗണിലെ കാര്യങ്ങളെ പറ്റി വ്യക്തമായി അറിയാവുന്ന ആളുകൾ ഇവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കൾ കാരിയർ ആരാണ് എന്നും അതോടൊപ്പം എവിടെയാണ് ഇതിൻ്റെ സ്പോട്ട് എന്നും ഐഡന്റിഫൈ ചെയ്യാൻ ഒരുപക്ഷെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ആളുകൾ ഇവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ കടകളും കയറി ഇറങ്ങി ഒരു ബോധവൽക്കരണം നടത്തണം എന്ന് ഒരു 1ാം ഘട്ട പ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ ആലോചിച്ചതും അത്തരത്തിലൊരു പ്രവർത്തനം ഇന്നിവിടെ നടത്തിയിട്ടുള്ളതും ഈ ടൗണിലെ മുഴുവൻ കടകളും കയറി ആളുകളെ കണ്ട് ഈ കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം നമ്മൾ പറഞ്ഞ സമയത്ത് പല ആളുകളും വലിയ ആശങ്ക എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ പല ഘട്ടത്തിലായി ഇവരെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള നിയമകാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ പിന്നീട് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതിനെ പറ്റി വലിയ ഒരു ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട്. മതിയായ ഒരു ശിക്ഷ അവർക്ക് ഉറപ്പാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പിന്നീട് അത് ആവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത തരത്തിലേക്കുള്ള നിയമ നടപടികൾ എക്സൈസിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉറപ്പാക്കുന്ന ഒരു സംവിധാനം കൂടുതൽ ഫലപ്രദമായിട്ട് ഇതിലേക്ക് ഇടപെടേണ്ടുന്ന സാഹചര്യത്തെ പറ്റിയൊക്കെയാണ് ഇവിടുത്തെ വ്യാപാരികളും പൊതുജനങ്ങളും ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഒരു നിയമ സംവിധാനം ഉൾപ്പെടെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ചെങ്ങളായി ടൗണ് കേന്ദ്രീകരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താൻ ഇവിടുത്തെ വ്യാപാരികളും ഇവിടുത്തെ മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗം ആളുകളും ഒക്കെ ഒറ്റക്കെട്ടായി നമ്മളോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത്.